പ്രൈസ് ദ ലോർഡ്. പ്രിയ മക്കളെ, ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 4-ാം വാക്യം. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി, എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഇത് നമുക്കൊന്ന് ആത്മീയമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം. ഈ കുശവൻ ആരാണ്? ഹല്ലേലൂയ. അവൻ ഇഷ്ടമുള്ള പാത്രമാക്കി എടുക്കുവാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തെടുത്തു. ഈ കളിമണ്ണ് എന്താണെന്നൊക്കെ നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. നോക്കൂ പ്രിയ മക്കളെ, കളിമണ്ണ് വെട്ടിയെടുക്കണം. ഹല്ലേലൂയ. അതായത് ഒരു പാത്രം ഉണ്ടാക്കുവാൻ അതിന് യോജിച്ചതായ മണ്ണ് തേടി നടക്കണം. ഹല്ലേലൂയ. നോക്കൂ, ദൈവവചനത്താൽ വെട്ടിയെടുത്ത മണ്ണാണ് ഹല്ലേലൂയ കുശവൻ എടുത്ത് ഉപയോഗിക്കുന്നത്. തീമോഥെയോസിന്റെ ലേഖനം 2-ാം ലേഖനം 2-ാം അധ്യായം 20-21 വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. പ്രിയ മക്കളെ, വചനം ഹല്ലേലൂയ, ഈ കളിമണ്ണ് ദൈവവചനത്താൽ വെട്ടിയെടുക്കണം. ഹല്ലേലൂയ. അതിനകത്ത് പല പല ഹല്ലേലൂയ ചപ്പും ചവറും, അതായത് കട്ടയും ഹല്ലേലൂയ എല്ലാം ഉണ്ട് അതിനകത്ത്. അതൊക്കെ നമ്മൾ ഹല്ലേലൂയ മാറ്റി തെരഞ്ഞ് ഹല്ലേലൂയ നന്നാക്കി എടുക്കണം. ഇതുകൊണ്ട് ഇവിടെ പറഞ്ഞത് ഹല്ലേലൂയ മരവും മണ്ണും കൊണ്ടുള്ളതും അല്ലത്, ചിലത് മാനകാര്യത്തിന് ചില ഹീനകാര്യത്തിന് എല്ലാത്തിനും ഉപയോഗിക്കും. പക്ഷേ നാം ഒരു കാര്യം ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ അതിനെ, അതായത് വേണ്ടാത്ത എല്ലാം വിട്ട് കളഞ്ഞിട്ട് അതൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് ശുദ്ധമായി വെടിപ്പുള്ളതാക്കി എടുക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, ഈ കളിമണ്ണ് വെട്ടിയെടുത്ത് നല്ലതാക്കിയിട്ട് അത് നമ്മുടെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ സഭയിലേക്ക് കൊണ്ടുവരണം. അതിനെ കൂട്ടിച്ചേർക്കണം. അതുകൊണ്ടാ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഒരു കളിമണ്ണ് വെട്ടിയെടുത്തത് അവിടെ തന്നെ ഇടുകയല്ല ചെയ്ത്, അവയിൽ ഹല്ലേലൂയ കളയേണ്ടതെല്ലാം കളഞ്ഞ് ഹല്ലേലൂയ അവയെ നമ്മുടെ ഭവനത്തിലേക്ക് നമുക്ക് പിന്നീട് അതിൻ്റെ ഹല്ലേലൂയ കാര്യങ്ങളൊക്കെ നടത്തുവാൻ നമ്മൾ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സഭയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നോക്കൂ, കളിമണ്ണിലെ ഈ കട്ടകളെല്ലാം ഉടച്ചു നിരത്തണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. അതായത് ഒരു നുറുക്കം ഇതിനകത്ത് ആവശ്യമാണ്. സ്വയത്വം കളയണം. ഹല്ലേലൂയ. ജഡീയമായ ചിന്തകൾ ഹല്ലേലൂയ, അതായത് മുറുകെ പറ്റുന്ന പാപങ്ങൾ ഹല്ലേലൂയ എല്ലാം ഇതിനെ നീക്കിക്കളയണം. ഹല്ലേലൂയ പ്രിയ മക്കളെ. എങ്കിലേ ഹല്ലേലൂയ നല്ലൊരു പ്രോസസ്സിങ്ങിലൂടെ ഇതിൽ കടക്കുവാൻ സാധ്യമാകുള്ളൂ. നമ്മുടെ ജീവിതത്തിലുള്ള ഹല്ലേലൂയ ആ സ്വയത്വങ്ങളെയൊക്കെ നമ്മൾ മരിപ്പിച്ച് കളഞ്ഞിട്ട് ജഡീക ചിന്തകളെയെല്ലാം മായ്ച്ചു കളഞ്ഞിട്ട് നമ്മുടെ ഹല്ലേലൂയ ഉള്ളിൽ നിന്നതൊക്കെ നീക്കിക്കളഞ്ഞിട്ട് ഹല്ലേലൂയ നമ്മൾ പിന്നെന്താ ചെയ്യുന്നേ? ആ പൊടിഞ്ഞ മണ്ണ് വെള്ളം ചേർത്ത് യോജിപ്പിക്കണം. അതായത് പരിശുദ്ധാത്മാവാകുന്ന വെള്ളത്തിൽ ആ വചനം കൊണ്ട് ഹല്ലേലൂയ നല്ല കൂട്ടായ്മയിലേക്ക് ഹല്ലേലൂയ നമ്മൾ ചേർത്ത് ഇണക്കണം പ്രിയ മക്കളെ. അതുകൊണ്ട് യോഹന്നാന്റെ 1-ാം ലേഖനം 1-3 പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിനും നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടുമാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, ആ കളിമണ്ണ് വെട്ടിയെടുത്ത് വചനമാകുന്ന ഹല്ലേലൂയ ആ കളിമണ്ണിലോ ആ കളിമണ്ണ് വചനത്തിലൂടെ ഹല്ലേലൂയ നമ്മൾ കടത്തിവിട്ട് ഹല്ലേലൂയ അതിനെ നമ്മൾ ഭവനത്തിൽ കൊണ്ടുവന്ന് നമ്മൾ ഹല്ലേലൂയ അതായത് വേണ്ടാത്തതെല്ലാം സ്വയത്വങ്ങളൊക്കെ വിട്ട് കളഞ്ഞിട്ട് ഹല്ലേലൂയ അതിനകത്ത് വെള്ളം, പരിശുദ്ധാത്മാവുന്ന വെള്ളം ഹല്ലേലൂയ കൂട്ടിച്ചേർത്ത് ഹല്ലേലൂയ വചനമൊക്കെ നമ്മൾ പഠിച്ച് ഹല്ലേലൂയ നമ്മൾ അറിഞ്ഞ കർത്താവിനെ ഹല്ലേലൂയ മറ്റുള്ളവരെ കൂടെ അറിയിക്കുവാൻ ഹല്ലേലൂയ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. അതായത് യോജിപ്പിച്ച മണ്ണ് പാത്രമുണ്ടാക്കുവാൻ കുശവൻ കയ്യിലെടുക്കും. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചൻ നമ്മളെ കയ്യിലെടുക്കും. നമ്മെ ഹല്ലേലൂയ അതായത് 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തിയതുപോലെ ഈ ദിനങ്ങളിൽ നമ്മെ എടുത്ത് അപ്പൻ ഉപയോഗപ്രദമാക്കും. ഹല്ലേലൂയ. അതായത് കുശവൻ തനിക്ക്
ഇഷ്ടമുള്ള രൂപം ഹാലലിയ ആക്കിയെടുക്കും. അവൻ ഇഷ്ടമുള്ള രൂപമാക്കിയെടുക്കും. ഹാലലിയ. അതുകൊണ്ട് നമ്മൾ പരിഭവപ്പെടരുത് പ്രീതി മക്കളെ. ഓരോ മക്കൾക്കും ഓരോ താലന്തുകൾ കർത്താവ് പച്ചം കൊടുക്കും. ഹല്ലേലൂയ. ചിലർക്ക് പാടാനായിരിക്കും, ചിലർക്ക് പ്രാർത്ഥിക്കുവാനായിരിക്കും, ചിലർക്ക് പ്രസംഗിക്കുവാനായിരിക്കും, ചിലർക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനായിരിക്കും. പല തരത്തിൽ ഹല്ലേലൂയ അവൻ ഇഷ്ടമുള്ളതുപോലെ നമ്മെ എടുത്ത് ഉപയോഗിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ മക്കളെ, നമ്മെ തന്നെ അപ്പന്റെ കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആ കളിമണ്ണ് ഹല്ലേലൂയ നമ്മളിൽ നിന്ന് വേണ്ടാത്തെല്ലാം നീക്കിക്കളഞ്ഞ് അപ്പന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. എന്നിട്ട് എന്താണ് ചെയ്യുന്നത് നോക്കൂ. ഹല്ലേലൂയ. ഈ പാത്രം ഉണ്ടാക്കിയിട്ട് പ്രിയ മക്കളെ ആ പാത്രം വെയിലിൽ വെച്ച് ഉണക്കും. ഹല്ലേലൂയ. എന്നിട്ട് എന്താ, തീയിലൂടെ കടത്തിവിടും. ഹല്ലേലൂയ. ദൈവസന്നിധി കടന്നു വരുമ്പോൾ പലവിധമായ തിക്താനുഭവങ്ങൾ ഓരോ ജീവിതങ്ങളും അനുഭവിക്കേണ്ടതായി വരും. മറ്റുള്ളവർ നമ്മളെ കുറവുകൾ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ മാറ്റി നിർത്തി നമ്മളെ പരിഹസിക്കുന്ന ഹല്ലേലൂയ ആ രീതിയിലൂടെ ഹല്ലേലൂയ നമ്മളെ കടത്തിവിടും. ഇവിടെ നോക്കൂ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4:15 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘു കഷ്ടം അത്യന്തം അനവധിയായി നിത്യ തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പല വിധത്തിൽ പലരും പറഞ്ഞ് നമ്മളെ പരിഹസിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ഈ പുറമേയുള്ള മകൻ ക്ഷയിച്ചു പോയാലും അകമേയുള്ളവൻ ഹല്ലേലൂയ പുതുക്കം പ്രാപിക്കുന്നു. നമ്മൾ ശക്തിയോടെ ബലത്തോടെ ആത്മാവിൽ ബലപ്പെട്ട് കർത്താവിന്റെ സത്യവചനം പറയുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായി തീർക്കുന്നു. ഹല്ലേലൂയ. അധികം പിന്നീട് എന്താണ്, ഒടുവിൽ നല്ല മാനപാത്രങ്ങളാക്കി അപ്പൻ നമ്മളെ തീർക്കും. മറ്റുള്ളവരുടെ മുന്നിൽ ഹല്ലേലൂയ നമ്മെ ഒരുക്കത്തോടെ നിർത്തും. യേശുവിനെ ഹല്ലേലൂയ സാക്ഷീകരിപ്പാൻ നമ്മളെ നിർത്തും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. പിന്നീട് ആ കുശവൻ എന്താണ്, നല്ല മാനപാത്രങ്ങളാക്കി ഹല്ലേലൂയ മറ്റുള്ളവരുടെ മുമ്പിൽ ഹല്ലേലൂയ അത് ഉപയോഗപ്രദമാകത്തക്ക രീതിയിൽ ഹല്ലേലൂയ ആ കുശവൻ ആ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രത്തെ ഉപയോഗപ്രദമാക്കി എടുക്കുന്നത് പോലെ പ്രിയ മക്കളെ നമ്മയും കർത്താവ് അതുപോലെ ആക്കി തീർക്കും. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിലെ 20 മുതലുള്ള വാക്യത്തില്, അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുപകാരം പറയുന്ന നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കുമോ? അല്ല, കുശവൻ അതേ പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമില്ലയോ? എന്നാൽ ദൈവം തന്റെ കോപം ഹല്ലേലൂയ കാണിപ്പാനും ശക്തി വെളിപ്പെടുത്തുവാനും യഹൂദന്മാരിൽ നിന്നും മാത്രമല്ല ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ കരുണാപാത്രങ്ങളായ നമ്മിൽ തന്റെ തേജസ്സിന്റെ ധനം വെളിപ്പെടുത്തുവാനും ഇച്ഛിച്ചിട്ട് നാശയോഗ്യമായ കോപപാത്രങ്ങളെ വളരെ ദീർഘക്ഷമയോട് സഹിച്ചുവെങ്കിൽ എന്ത്? ഹല്ലേലൂയ. പ്രിയ മക്കളെ, പല വിധത്തിൽ ഹല്ലേലൂയ നമ്മെ ഹല്ലേലൂയ പല പ്രയാസങ്ങളിലൂടെ ഒക്കെ കടത്തിവിടുമ്പോഴും മറ്റുള്ളവർ നമ്മളെ ദുഷിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും നമ്മൾ ഒരിക്കലും പിന്മാറിപ്പോവല്ലേ. അപ്പൻ നമ്മളെ എടുത്ത് ഉപയോഗിക്കും. നല്ല മാനപാത്രങ്ങളാക്കി ആ നിത്യ തേജസ്സിൽ ഹല്ലേലൂയ അപ്പനോട് ഒത്തൊരുമിച്ച് കാണുവാൻ നമുക്ക് ഹല്ലേലൂയ അവസരങ്ങൾ ഒരുക്കി തരും. നമ്മെ അവിടെ കൊണ്ടെത്തിക്കും. ദൈവസന്നി നമ്മെ തന്നെ സമർപ്പിക്കാൻ. കുശവൻ കളിമണ്ണുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായി പോയി എങ്കിലും നോക്കൂ, അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർക്കും. ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവസന്നി കടന്നു വന്നു എന്ന് പറഞ്ഞ് പലരും പലതും പറഞ്ഞുവെങ്കിൽ നിങ്ങൾ പിന്മാറിപ്പോവല്ലേ. ഉറപ്പോട് നിൽക്ക്. നമ്മളെ നിർത്തേണ്ടുന്ന സ്ഥലത്ത് നിർത്തുവാൻ നമ്മുടെ അപ്പൻ യോഗ്യനാ. അപ്പന്റെ കരത്തിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. അപ്പ ഇന്ന് വചനം കേൾക്കുന്ന ഹല്ലേലൂയ ജീവിതങ്ങളെ ഭാരത്തോട് പ്രയാസത്തോട് ദൈവസന്നി കടന്നു വന്നതിന്റെ പേരില് അനുഭവിക്കുന്നെങ്കിൽ കർത്താവേ, അവരെ ദൈവമേ ദൈവസന്നി ഉറപ്പോട് തന്നെ നിർത്തുവാൻ കർത്താവെ പല വിധത്തിൽ പ്രയാസങ്ങൾ കടന്നു വന്നാലും നല്ലൊരു മാനപാത്രമാക്കി എടുക്കുന്ന ആ ദിനത്തിനു വേണ്ടി കാത്തിരിക്കുവാൻ അവരെ സഹായിക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കും.
വർദ്ധിപ്പിക്കുന്നപ്പ. കൃപകൾ കൂടെ ഇരിക്കണം. എല്ലാവരും ദൈവത്താൽ അനുഗ്രഹപ്രായപ്പാൻ ദൈവം സഹായിക്കണം. അപ്പന്റെ സാന്നിധ്യം അനുഭവിപ്പാനിടയാണ്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ മക്കളെ, നിങ്ങൾ മടുത്തു പോകരുത്. കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കാം. കർത്താവ് നമ്മെ എടുത്ത് ഉപയോഗിക്കും. നല്ല പാത്രങ്ങളാക്കി അനേകരുടെ മധ്യത്തിൽ കർത്താവ് നമ്മെ എടുത്ത് ഉപയോഗിക്കും. നമ്മെ കൈവിടുന്ന അപ്പനല്ല, നമുക്ക് ചേർത്ത് പിടിക്കുന്ന, നമ്മെ കൈപിടിച്ച് നടത്തുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.